അപ്പൊ ശമ്പരൻ ആലോചിച്ചതാണ്, ദേവന്മാരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 3 അസുരന്മാരെ സൃഷ്ടിച്ചത്, അല്ല, സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു, ദാമൻ, വ്യാളൻ, കടൻ. പക്ഷെ അവർക്ക് പിന്നീട് ആഗ്രഹങ്ങൾ വന്നു, അഹങ്കാരികളായി മാറി. അതോടുകൂടി അവർക്ക് നാശം സംഭവിച്ചു. അപ്പൊ ശമ്പരൻ ആലോചിക്കുകയാണ്, അവർക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ എപ്പോഴും സത്യബോധം ഉൾക്കൊണ്ടുള്ള ആളുകളാണെങ്കിൽ, അസുരന്മാരാണെങ്കിൽ, അവർക്ക് പിന്നെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട് അഹങ്കാരമില്ലാത്തതുകൊണ്ട് ശക്തിക്ഷയമോ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കുക. അപ്പൊ ആലോചിച്ചു. എന്നിട്ട് ശമ്പരൻ തീരുമാനിക്കുകയാണ്, ഇനിയും ഞാന് വേറെയും ചില അസുരന്മാരെ ഞാൻ നിർമ്മിക്കുകയാണ്, ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്റെ മായാശക്തി കൊണ്ട്. പക്ഷെ അവരെങ്ങനെ വേണം? അവർ ഉത്തമന്മാരായിരിക്കണം, അവരെ ഞാൻ ആത്മതത്വം പഠിപ്പിക്കും എന്നാണ് പറയുന്നത്.